മുഖത്തുള്ള കരിമങ്കല് മാറാനായിട്ട് ഈ ക്രീമുകളൊന്നും തേക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ കരിമങ്കലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരുപാട് സ്ക്രബുണ്ട്, ഓയിലുകളുണ്ട്, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മുഖത്ത് കാണുന്ന കരിമങ്കല് മാറ്റാനൊക്കെ പറ്റിയ ഒരു എളുപ്പത്തിൽ തന്നെ തേക്കാൻ പറ്റുന്ന ഒരു ഈസി ഒരു പാക്കാണ് കേട്ടോ. നിങ്ങളിത് ഡെയിലി നിങ്ങൾ മുഖത്ത് തേക്കുമ്പോൾ മുഖത്ത് കാണുന്ന ആ ഒരു കരിമംഗലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉള്ളവരില്ലേ, അവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് തേക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ഒരു അടിപൊളി പാക്കാണിത്. എല്ലാ ദിവസവും തേച്ചെങ്കിലാണ് മാറ്റം അറിയാൻ കഴിയുള്ളൂ. പിന്നെ സ്കിന്നും ഒന്നും കൂടെ ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. കരുവാളിപ്പുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു പാക്കിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം നോക്കാം. എളുപ്പമായിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് എടുക്കുക കേട്ടോ. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണം. ഒരു 3 സ്പൂൺ അളവിൽ പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാലും ഉരുളക്കിഴങ്ങും കൂടെ ചെറിയ മിക്സിയിൽ ജാർ ഉണ്ടാവില്ലേ, അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ചെറിയ തരിയോട് തന്നെ അരച്ചെടുക്കണം. എന്നിട്ടത് പിഴിഞ്ഞെടുക്കൊന്നും വേണ്ട. ആ അരച്ചെടുത്ത ആ ഒരു പാക്കില്ലേ, അതോടെ തന്നെ മുഖത്തങ്ങ് തേച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു കരിമങ്കല് ഉള്ളത്, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുമല്ലോ, അന്നേരം ചെറുതായിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴുകിക്കളയുക. ഇത് ദിവസം മുഖത്തങ്ങ് തേച്ച് നോക്കുക കേട്ടോ. നല്ല മാറ്റമുണ്ടാവും. മുഖത്തുള്ള കരിമങ്കല് മാറും. മുഖത്തിപ്പോൾ എന്തെങ്കിലും പാടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പാക്കാണ് ഇത്. ഉരുളക്കിഴങ്ങും പാലും ചേർത്തുള്ള പാക്ക് കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ചു നടക്കുന്നില്ല, കാരണം ഇവിടുത്തെ മിക്സിയിൽ ജാറ് കേടായിരിക്കുകയാണ്. ഞാൻ രാവിലെ അരച്ചെടുക്കാൻ നോക്കിയപ്പോൾ തന്നെ കേടായി പോയിട്ടോ. അപ്പോൾ വിചാരിച്ചു നമുക്കിപ്പം അരച്ചെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ തേക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇതാ പാല് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിലോട്ട് പാലൊന്ന് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിപ്പം അരച്ചെടുക്കാൻ മടിയുള്ളവർക്കൊക്കെ, അതായത് എന്നെപ്പോലുള്ളവർക്കൊക്കെ ഇങ്ങനെയും നല്ലതാണ്. പക്ഷേ കരിമങ്കൽ ഇപ്പം നല്ലോണം ഉള്ളവരൊക്കെ ആണെങ്കിൽ തേച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുമല്ലോ, അന്നേരം വെള്ളം നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വേണം അത് കഴുകിക്കളയാൻ കേട്ടോ. അപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ കരിമങ്കൽ പാടുകളൊന്നുമില്ല, പക്ഷെ നമുക്കിത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് കരിമങ്കല് വന്നിട്ട് തേക്കാനായിട്ട് നോക്കണ്ട, അല്ലാത്തവർക്കൊക്കെ തേക്കാം കേട്ടോ. പിന്നെ കണ്ണിന് ചുറ്റിനുള്ള കറുപ്പ് കുറയാനൊക്കെ നല്ല ഒരു ഈസി പാക്കാണിത്. ഇതിന് ഉറക്കക്കുറവുള്ളത് കൊണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും നല്ല കറുപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇത് സ്ഥിരമായിട്ട് തേക്കണേ. സ്ഥിരമായിട്ട് തേക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മാറ്റം നമുക്ക് അറിയാൻ കഴിയുള്ളേ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ദിവസവും ചെയ്യണേ. ഇപ്പോൾ 2 നേരം തേക്കുകയാണെങ്കിൽ പാക്കായിട്ട് തേക്കണ്ട, ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. രാവിലെ വൈകുന്നേരം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് പാക്കായിട്ട് തേക്കുകയാണെങ്കിൽ 1 നേരം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. വൈകുന്നേരം തന്നെ തേച്ച് കൊടുത്താൽ മതിയേ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സിമ്പിൾ ടിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും തേക്കാൻ പറ്റുന്ന ഈസി ടിപ്പല്ലേ ഇത്. ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് കഴുകിക്കളയാം കേട്ടോ.
10 ഒരു 15 മിനിറ്റോ 20 മിനിറ്റൊക്കെ മുഖത്ത് വെച്ചാലും അത്ര നല്ലതാണ്. ഞാനൊരു 10 മിനിറ്റ് മാത്രമേ വയ്ക്കുന്നുള്ളേ. എന്നിട്ട് കഴുകി കണ്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ടിട്ട് ചുമ്മാ ജസ്റ്റ് തേക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം കഴുകി കളയുക. ഇപ്പം ഞാൻ തേച്ച രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും പാലും കൂടെ മിക്സിയിൽ ജാർ നന്നായിട്ട് അരച്ചിട്ട് മുഖത്ത് എവിടെയാണ് കരിമങ്ങലുള്ള അവിടെ നിന്നാണ് തേച്ച് കൊടുക്കുക. ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് വെള്ളം നനച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കളയുക. ദിവസം തേക്കുമ്പോഴാണ് നല്ല മാറ്റം മുഖത്ത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് അങ്ങ് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുഖം നല്ല ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോൾ നമുക്ക് നല്ലൊന്ന് ക്ലീൻ ആവത്തില്ലേ, അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല മാറ്റമുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്. ഉരുളക്കിഴങ്ങും പാലും ഒക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.